ഒരു വർഷത്തോളമായി ഞങ്ങൾ ഈ വീടും സ്ഥലവും മേടിച്ചിട്ട് അന്ന് മുതൽ വെള്ളം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടുത്തെ കിണറ്റിലെ വെള്ളം തന്നെയാണ് നമ്മൾ തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരുന്നത്. എന്നാലും നമുക്കറിയാലോ, പ്യുവർ വാട്ടറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു മെഡിസിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എളന്തിക്കരയിലുള്ള ഈ ടീംസിനെ കുറിച്ച് അറിയുകയും അവരെ വിളിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ മുതൽ പിന്നീട് അങ്ങോട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ എല്ലാ കാര്യങ്ങൾക്കും ഇനി മുമ്പോട്ടും ഇവരുടെ എല്ലാ സപ്പോർട്ടും നമ്മൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഫിൽട്ടർ ഇൻസ്റ്റാളേഷൻ ആണ് മിസ്റ്റർ റോഷൻ സാറിന്റെ അടുത്ത് നിന്നുണ്ടായിരുന്നത്. എല്ലാ കാര്യവും വളരെ കൃത്യമായി തന്നെ നമുക്ക് വിശദമായിട്ട് എല്ലാ കാര്യവും മനസ്സിലാക്കി തന്നു, അതുപോലെ പറഞ്ഞു തന്നു. ഇത് എങ്ങനെയാണ്, ഇതിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫിൽട്രേഷൻ പ്രോസസ്സിൽ, ഇനി ഇതിനെ എങ്ങനെ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ഇതൊരു പാടത്തിന്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലൊരു മഞ്ഞ കളർ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് വന്നതാണ്. അതുപോലെ pH ടെസ്റ്റ് ചെയ്തപ്പോഴായാലും pH ലെവൽ വളരെ കുറവായിരുന്നു. ദാറ്റ് മീൻസ് അസിഡിക് പ്രസൻസ് ഉണ്ടായിരുന്നു, അതുപോലെ അയൺ കണ്ടന്റിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിതൊക്കെ ചെക്ക് ചെയ്തു. ഇന്നാണ് pH സ്കെയിൽ ചെക്ക് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, ഒരു ബേസിക് ക്യാരക്ടറിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തിപ്പോൾ പ്യൂരിഫയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ നമുക്കത് നോർമലി നമുക്ക് ഡ്രിങ്ക് ചെയ്യാനുള്ള തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്യുവർ വാട്ടറായിട്ട് നമുക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തു തന്ന വെൽമൗണ്ട് ഫിൽട്രേഷൻ ടീമിനും ടെക്നീഷ്യനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമൗണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ഇന്ന് ജഡ്ജിമുക്കിലാണ് കേട്ടോ. ജഡ്ജിമുക്ക് എന്ന് പറയുമ്പോൾ മടുത്തുംപടിയിലാണ്. മടുത്തുംപടി നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും ചെയ്യുന്ന വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെസൽ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു 13-ന്റെ വെസലാണ് നമ്മളോട് പിടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ഇവിടെ വന്ന് വെള്ളത്തിന്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം അയൺ ഉണ്ട്, pHന്റെ അഭാവം ഉണ്ട്, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനത് വഴിയെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു 2-3 വർഷത്തിന് മുന്നേ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ബൈ. നമ്മുടെ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. നേരത്തെ ചെയ്തത് ഈ ഒരു വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് അകത്തോട്ട് പോവാം. ബൈ. ഇവിടെ കുറച്ച് കോവക്കയുടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പന്തലൊക്കെ ഇട്ടൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലൈൻ എന്ന് പറയുമ്പോൾ ഈ 1.5 ഇഞ്ചിൻ്റെ ലൈനാണ്. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റിയിലാണ് ചെയ്യണത്. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ട് നമുക്ക് ഇവിടെ വെസൽ വെച്ചിട്ട് ഇവിടെ നേരിട്ട് നമുക്ക് ഗ്രാവിറ്റിയിൽ നമുക്ക് അതിനെ പിടിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ വർക്കുകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ബൈ.
കൂട്ടുകാരെ, ഇത് നമ്മുടെ ടാങ്കിൻ്റെ അടപ്പഴിച്ച് മാറ്റിയിട്ട് നമ്മൾ അതിൽ നെറ്റ് കെട്ടുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ വെള്ളം അനങ്ങാണ്ട് കിടക്കുന്ന വെള്ളം അതിൻ്റെ പേരിലേ. അപ്പോൾ ഓക്സിജൻ്റെ അഭാവം കുറച്ചുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫിൽട്രേഷനിൽ കുറച്ച് സപ്പോർട്ടീവാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വെസൽ ഫിൽട്രേഷൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ പ്ലംബിങ്ങിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്ത് മീഡിയയും കാര്യങ്ങളൊക്കെ നിറച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബാക്ക് വാഷ് ചെയ്തിട്ട് ലൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയൊരു പ്ലംബിങ്ങിൻ്റെ വർക്ക്, ഇവിടെ കുറച്ച് എക്സ്റ്റൻഷൻ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ടാങ്കിലാണെങ്കിൽ വെള്ളം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ബാക്ക് വാഷ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബാക്ക് വാഷ് കഴിഞ്ഞ് നമുക്ക് നോർമലൈസ് ചെയ്യാം. അതിനുശേഷം ഞാൻ നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എടുത്ത് കാണിച്ചു തരാം. അത് വേറൊരു കാര്യം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ വെല്ലും കൂടി ഒന്ന് കാണിച്ചു തരാം. വെല്ലിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. ഭയം വെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ കയറി വരുന്ന സൈഡിൽ തന്നെ റൈറ്റ് സൈഡിലാണ് വെല്ല്. ഇതിപ്പോൾ ക്ലീൻ ആക്കിയിട്ട് അധികം ദിവസം ആയിട്ടില്ല കേട്ടോ. ഇവരെല്ലാം അതിൻ്റെ അകത്തുനിന്നുള്ള ചേറും ചെളിയൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയതാണ്. എന്നാലും ചെറിയ രീതിയിൽ അഴുക്ക് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്ന് അറിയില്ല. ഈ സൈഡിലൊക്കെ പിടിച്ചിരിക്കണ്ടില്ലേ, സൈഡിൽ ചെറിയ അയണിൻ്റെ സാന്നിധ്യമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ആക്കിയിട്ട് അധികം ദിവസം ആയിട്ടില്ല. ഇത് വെള്ളത്തിൻ്റെ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഊറി വരും. അയണിൻ്റെ സാന്നിധ്യം ഉള്ളതിൻ്റെ പേരിലാണ് അങ്ങനെ ഊറി വരുന്നത്. ഇതാണ് നമ്മുടെ വെല്ലിൻ്റെ അവസ്ഥ. ഞാൻ നിങ്ങളത് ഇതിൻ്റെ സാമ്പിൾ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അല്ല, അതിനൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നോക്കി അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഷെയർ ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അതേപോലെ കേരളത്തിൽ എവിടെയായാലും നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നമ്മൾ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ റോ വാട്ടറിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യുക. ആ റിസൾട്ടിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നത്. കൂട്ടുകാരെ, നമ്മളുടെ ഈ വീഡിയോൻ്റെ ഒരു ഭാഗം, അതായത് നമ്മൾ ഇന്നലെയാണ് ഈ വർക്ക് ചെയ്തത്. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം, അതായത് വെസൽ ഫിൽട്രേഷൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ഭാഗം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമുക്കൊരു ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു തേർഡ് പാർട്ടി വാട്ടർ പ്യൂരിഫയർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ്റനൻസും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം റിവ്യൂ കൂടി എടുക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നു. നേരെ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ കസ്റ്റമർ ഇവിടെ ഉണ്ട്, ഇന്ദു മാം ഉണ്ട്. അപ്പോൾ ഇന്ദു മാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇൻസ്റ്റയിലൊക്കെ നന്നായിട്ട് ഫോളോവേഴ്സ് ഉള്ള ഒരു മാമാണ്. അപ്പോൾ അവരെ വിളിക്കാം, എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു നോക്കാം ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ, അതുപോലെ നമ്മുടെ ഈ വെസൽ ഫിൽട്രേഷൻ ചെയ്തതിന് ശേഷം എന്താണ് വെള്ളത്തിൻ്റെ അവസ്ഥ, അതിന് മുന്നേ എന്തായിരുന്നു ഇവർ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം, ഇതൊക്കെ അവിടെ തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ മാം ഇവിടെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് മിക്കവർക്കും പരിചയം ഉണ്ടാവും മാഡത്തിനെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ വേറെ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, മാമിൻ്റെ ഫോളോവേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിവേ മാം, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നലെ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല, ഇത്തിരി തിരക്കിലായിരുന്നു. അപ്പോൾ എന്താണ് അഭിപ്രായം, എന്താണ് പറയാനുള്ളത്? ഒരു വർഷത്തോളമായി ഞങ്ങൾ ഈ വീടും സ്ഥലവും മേടിച്ചിട്ട് അന്ന് മുതൽ വെള്ളം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടുത്തെ കിണറ്റിലെ വെള്ളം തന്നെയാണ് നമ്മൾ തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരുന്നത്. എന്നാലും നമുക്കറിയാലോ, പ്യുവർ വാട്ടറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു മെഡിസിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എളന്തിക്കരയിലുള്ള ഈ ടീംസിനെ കുറിച്ച് അറിയുകയും അവരെ വിളിക്കുകയും ചെയ്തു. വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ മുതൽ പിന്നീട് അങ്ങോട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ എല്ലാ കാര്യങ്ങൾക്കും ഇനി മുമ്പോട്ടും ഇവരുടെ എല്ലാ സപ്പോർട്ടും നമ്മൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഫിൽട്ടർ ഇൻസ്റ്റാളേഷൻ ആണ് മിസ്റ്റർ റോഷൻ സാറിൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നത്. എല്ലാ കാര്യവും വളരെ കൃത്യമായി തന്നെ നമുക്ക് വിശദമായിട്ട് എല്ലാ കാര്യവും മനസ്സിലാക്കി തന്നു, അതുപോലെ പറഞ്ഞു തന്നു. ഇത് എങ്ങനെയാണ്, ഇതിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫിൽട്രേഷൻ പ്രോസസ്സിൽ, ഇനി ഇതിനെ എങ്ങനെ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ഇതൊരു പാടത്തിന്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലൊരു മഞ്ഞ കളർ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് വന്നതാണ്. അതുപോലെ pH ടെസ്റ്റ് ചെയ്തപ്പോഴായാലും pH ലെവൽ വളരെ കുറവായിരുന്നു. ദാറ്റ് മീൻസ് അസിഡിക് പ്രസൻസ് ഉണ്ടായിരുന്നു. അതുപോലെ അയൺ കണ്ടന്റിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്തു. ഇന്നാണ് pH സ്കെയിൽ ചെക്ക് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരു ബേസിക് ക്യാരക്ടറിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തിപ്പോൾ പ്യൂരിഫയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ നമുക്കത് നോർമലി നമുക്ക് ഡ്രിങ്ക് ചെയ്യാനുള്ള തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്യൂർ വാട്ടറായിട്ട് നമുക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തു തന്ന വെൽമൗണ്ട് ഫിൽട്രേഷൻ ടീമിനും ടെക്നീഷ്യനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. താങ്ക് യു. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്കും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.